ഹലോ, അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാലേ PR പാക്കേജസ് കിട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ DMൽ വന്നേക്കണ മിക്ക ക്വസ്റ്റ്യൻസും എന്നിട്ടാണ് ഈ ഒരു PR പാക്കേജസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത്, ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് എങ്ങനെയാണ് കിട്ടുന്നത്, ഏത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ളതല്ല. ലോങ് വീഡിയോ ആയിട്ട് ഇടാം, ഇത് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വ്യൂവേഴ്സ് അതനുസരിച്ച് കൂടുതൽ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യാറുണ്ട്. അത് ബ്രാൻഡിൻ്റെ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബ്രാൻഡിൻ്റെ ഫോംസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അത് എല്ലാ ബ്രാൻഡ്സിൻ്റെയും നമുക്ക് കിട്ടണം എന്നില്ല. കിട്ടുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണ്, ഞാൻ പല ബ്രാൻഡ്സ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവരുടെ പേജ് ചെക്ക് ചെയ്യുക. ശേഷം അവരുടെ മെയിൻ പേജിൽ തന്നെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, PR ഫോംസ് എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. റീസെൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ആപ്സിൻ്റെ പേരാണ് ഞാൻ പറയണത്. ഒന്ന് ഇൻഫ്ലൂസ്, ടിക് ടൈം, പിന്നെ ഇൻഫ്ലൂസോ. PR പാക്കേജസ് കിട്ടാൻ വേണ്ടി ഈ ഒരു 3 ആപ്സ് മാത്രമേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ ഒരു ആപ്സിൽ നിന്നാണ് എനിക്ക് കൂടുതലും PR പാക്കേജസ് കിട്ടുന്നതും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. 3 ആപ്സിൻ്റെയും കോമൺ ആയിട്ടുള്ള കാര്യം, നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, അതുപോലെ ഇൻസ്റ്റഗ്രാം ഈ ഒരു ആപ്പായിട്ട് ലിങ്ക് ചെയ്യുക. ഓരോ ആപ്സിനും എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞ ആപ്പ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് കാണാൻ പറ്റുന്നത്. അതിൽ നമുക്ക് ഓരോ ബ്രാൻഡ്സും അവർ എത്രത്തോളം ഫോളോവേഴ്സ് വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നും ഈച്ച് ആൻഡ് എവറിത്തിങ് അതിൽ കൊടുത്തിട്ടുണ്ടാകും. സോ ഇൻഫ്ലൂസോ എന്ന് പറഞ്ഞ ആപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ പ്രോ, മെമ്പർഷിപ്പ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്നും എടുക്കരുത്. അല്ലാതെയുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രോ, മെമ്പർഷിപ്പ് അതല്ലാതെയുള്ള കുറച്ച് ബ്രാൻഡ്സ് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് മാത്രം എടുക്കാൻ ശ്രമിക്കണം. പ്രോ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് PR കിട്ടത്തുള്ളൂ. അല്ലാതെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. പ്രോ മെമ്പർഷിപ്പ് അല്ലാത്ത ഓപ്ഷനുള്ള കുറച്ച് ബ്രാൻഡ്സ് ഉണ്ടാകും, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. സോ അതിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുക, ഓക്കെ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇതാണ് ഫ്ലൂസിൽ ഉള്ളത്. ഈ ഒരു ആപ്പിൽ നിന്ന് എനിക്ക് ഒരു 1-2 എന്തോ PR കിട്ടിയിട്ടുള്ളൂ. കാരണം ഞാൻ ഈ ഒരു അടുത്താണ് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടി തുടങ്ങിയത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പിൽ നമുക്ക് ബ്രാൻഡ് ഡീറ്റെയിൽസ് തരും. അപ്പോൾ അവർ ചോദിക്കും നമുക്ക് ഈ ഒരു ബ്രാൻഡ് ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ ഡീറ്റെയിൽസ് ബാക്കി പറയത്തുള്ളൂ. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യണത് ഇൻഫ്ലൂസോ എന്ന് പറഞ്ഞ ആപ്പിൽ കേട്ടോ. ഈ ഒരു 3 ആപ്പും ഞാൻ യൂസ് ചെയ്തിട്ട് വർക്കായ ആപ്പാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാര്യം, നമ്മൾ ഫോംസ് കിട്ടുന്നതാണ്. ഫോംസ് നമ്മൾ ബ്രാൻഡിൻ്റെ തന്നെ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് PR കിട്ടത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലുമൊക്കെ തരുന്ന ഫോം നമുക്ക് ബ്രാൻഡ്സിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. സോ മാക്സിമം നമ്മൾ ബ്രാൻഡിൻ്റെ തന്നെ പോയി സെർച്ച് ചെയ്ത് എടുത്ത് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. കാര്യങ്ങളാണ് ഞാൻ PR കിട്ടണതിന് മുന്നേ ശ്രദ്ധിച്ചത്. അതുപോലെ തന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ ക്രിയേറ്റേഴ്സിനും അതുപോലെ PR കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക.